പാർലമെന്റ് നടപടികൾ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 2 മണി വരെ നിർത്തിവച്ചിരിക്കുകയാണ്. ഇന്നലത്തേതുപോലെ തന്നെ ഇന്നും വലിയ ബഹളമാണ് ലോക്സഭയിലുള്ളത്. എം നരവനയുടെ പുസ്തകം വായിക്കാൻ അനുവദിക്കുന്നില്ല, അതിൽ നിന്ന് ഉദ്ധരിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ബഹളത്തിന് കാരണം. ഇന്ന് ഇന്ത്യ-US വ്യാപാര കരാറിലും പ്രതിഷേധം ഉയരുകയാണ്. PR അരവിന്ദ് വിവരങ്ങളുമായി ചേരുന്നു. അരവിന്ദ്, എന്താണ് ഇന്ന് പ്രതിപക്ഷത്തിന്റെ ആവശ്യം? ഇന്ത്യ-US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടായിരുന്നു വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇത്തരത്തിലൊരു പ്രസ്താവന ലോക്സഭയിൽ നടത്തിയത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ കണ്ടപ്പോൾ വ്യക്തമാക്കിയ കാര്യങ്ങളല്ലാതെ മറ്റൊന്നും പുതിയതായി ഒന്നും തന്നെ പീയൂഷ് ഗോയൽ വ്യക്തമാക്കില്ല. എന്തൊക്കെ വ്യവസ്ഥകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന കാര്യത്തിലൊന്നും കൃത്യമായ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇന്ത്യ-US കരാറിനെ പ്രശംസിക്കുക മാത്രമാണ് പീയൂഷ് ഗോയൽ ഇപ്പോൾ നടത്തിയത്. കർഷകരുടെ സുരക്ഷ ഉറപ്പാക്കും, അതുപോലെ തന്നെ ചെറുകിട മേഖലകൾക്ക് കരുത്തു പകരും കരാർ രാജ്യത്തിന് നേട്ടമടക്കമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് ലോക്സഭയിൽ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ പ്രതിപക്ഷം പ്രധാനമായും ആവശ്യപ്പെടുന്നത് എന്തൊക്കെയാണ് വ്യവസ്ഥകൾ, അതുപോലെ തന്നെ ഈ കരാറുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കാര്യങ്ങൾ കൃത്യമായി രാജ്യത്തെ അറിയിക്കണം. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഇത്തരത്തിൽ ഈ കരാർ ധാരണയായെന്ന് പറഞ്ഞതിന് പിന്നീട് മണിക്കൂറുകൾ പിന്നിട്ടു. പക്ഷേ ഇന്ത്യയുടെ നിലപാട് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ക്ഷീര കൃഷി മേഖലകളെ വ്യാപാര കരാറുകളിൽ സംരക്ഷിച്ചു എന്നതാണ് പീയൂഷ് ഗോയൽ പറയുന്നത്. പക്ഷേ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. സറണ്ടർ മോഡി മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. നടുത്തളത്തിലേക്ക് അടക്കം ഇറങ്ങിക്കൊണ്ട് പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തി. എന്തായാലും ഇതിന് പിന്നാലെ ലോക്സഭ ഇപ്പോൾ 2 മണി വരെ പിരിഞ്ഞിരിക്കുകയാണ്. ശരി.